വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹലോ അമ്മ, നിങ്ങളെത്തിയോ? അച്ചമ്മക്ക് എങ്ങനെയുണ്ട്? ആടാ, എത്തിയിട്ട് 1 മണിക്കൂറായി. അച്ചമ്മക്ക് നെറ്റിയിൽ മുറിവുണ്ട്, വലത്തെ കാലിനൊരു ഉളുക്കും. അല്ല, അതിൻ്റെ ചെറിയച്ഛൻ പറഞ്ഞ് പേടിപ്പിച്ച അത്രയ്ക്കൊന്നുമില്ല. നിങ്ങളിനി മടങ്ങുമല്ലേ? അതെങ്ങനെയാണ് അത്ര പെട്ടെന്ന്? നിന്റെ അച്ചമ്മയ്ക്കും ചെറിയച്ഛനൊക്കെ പിന്നെ അത് മതിയാവും. ഇപ്പം തന്നെ വസു വന്നില്ലേന്ന് ചോദിച്ചുകൊണ്ട് മുഖം ഇരുണ്ടിരിക്കുക. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വസുവിന്റെ സ്വരത്തിൽ ടെൻഷൻ കലർന്നിരിക്കുന്നതായി തോന്നി രാധിക ചോദിച്ചു. അതമ്മ, ചന്ദന പീരീഡ്സ് ആണ്. ബെഡ്ഷീറ്റിൽ അവളിട്ടിരിക്കുന്ന ഡ്രസ്സിലും ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടമ്മ. നീ ടെൻഷൻ ആവണ്ട, ഞങ്ങൾ എത്തുമ്പോൾ ഏതായാലും വൈകും. നീ ഒരു കാര്യം ചെയ്യും, താഴെ എൻ്റെ മുറിയിൽ സാനിറ്ററി നാപ്കിൻ കാണും. അതവിടെ കൈ കൊടുത്ത് പതിയെ ബാത്റൂമിലേക്ക് അയറ്റ്. നീ അവിടെ തന്നെ നിന്നോണം. അവൾ ചിലപ്പോൾ ബാത്റൂമിൽ കയറിയ ബോഡി വാഷും ഷാമ്പൂ ഒക്കെ എടുത്ത് പതിപ്പിക്കാൻ സാധ്യതയുണ്ട്. കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാലൊന്നും വഴിക്കേക്കരുത്. ശരിയമ്മ, ചന്ദ്രക്ക് പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ വിളിക്കാം. കോള് കെട്ടിയതാൻ വേഗത്തിൽ താഴെ മുറിയിലേക്ക് പോയി. ആദ്യം തുറന്ന കബോർഡിൽ ഏറ്റവും മേലെ തന്നെ ഉണ്ടായിരുന്ന സ്റ്റേ ഫ്രീയുടെ ഒരു പാക്കറ്റ്. അതുമായി മുകളിലേക്ക് ചെല്ലുമ്പോഴും ചന്ദനെ അതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ആ രക്തക്കറയിൽ തന്നെ ഇരിക്കുകയും ഇടയ്ക്കിടെ വേദന അനുഭവപ്പെടുന്ന പോലെ പുളയുകയും ചെയ്യുന്നുണ്ട്. ചന്ദന വന്നേ, നമുക്ക് ബാത്റൂമിൽ പോയി വരാം. ഈ വസ്ത്രമൊക്കെ മാറാം, കണ്ടില്ലേ അഴുക്കായിരിക്കുന്നത്. വസവളെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഒരുങ്ങി. എനിക്കെങ്ങും പോവേണ്ട, ഈ ഉടുപ്പ് മതിയല്ലോ, ഇത് ഞാൻ ആർക്കും തരൂല. അവൾ പുറകിലേക്ക് നീങ്ങി നിറങ്ങിയിരുന്നു. വെളുത്ത ബെഡ്ഷീറ്റ് മുഴുവനായി ചുവപ്പ് പടരുന്നവൻ കണ്ടു. ഉള്ളിൽ വല്ലാത്ത അലിവ് നിറഞ്ഞ അവളോട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഈ ഉടുപ്പ് തീരെ കൊള്ളില്ല. ചന്ദ്രക്ക് ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ട്. കുളിച്ചത് ധരിച്ചാലേ ചന്ദ്രൻ മിടിക്കാവുകയുള്ളൂ. പെട്ടെന്ന് വായോ. സത്യാണോ? പുതിയ ഉടുപ്പുണ്ടോ? അവളുടെ കണ്ണുകൾ വിടർന്നു, മുഖത്ത് സന്തോഷം നിറഞ്ഞു. വേഗത്തിൽ എണീറ്റ് അവനരികിലേക്ക് വന്നു. ഷെൽഫ് തുറന്ന് അവൾക്ക് മാറ്റി ധരിക്കാനുള്ള വസ്ത്രങ്ങളെടുത്ത് അവൻ ബാത്റൂമിൽ കൊണ്ടുവച്ചു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ അനുനയിപ്പിച്ച് അകത്തേക്ക് കയറ്റി. അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്നൊരു ധാരണയില്ലായിരുന്നു വസുവിന്. പറഞ്ഞേൽപ്പിച്ച് താൻ വെളിയിലേക്ക് എന്നാൽ അതുപ്രകാരം ചെയ്യുമോ അവൾ? ഒന്നും അറിഞ്ഞില്ല വസുവിന്. എങ്കിലും രക്തത്തിൽ കുതിർന്നിരിക്കുന്നവളുടെ വസ്ത്രം മാറ്റി ഹാങ്ങറിൽ കിടന്നൊരു ബാത്ത് ടവലെടുത്ത് ദേഹത്ത് ചുറ്റി കൊടുത്തു. ചൂടുവെള്ളം ബക്കറ്റിലേക്ക് എടുത്തതിനെ പാകപ്പെടുത്തി മേല് കഴിയിച്ചു. വേഗത്തിൽ തോർത്തുകൊണ്ട് നനവ് ഒപ്പിയെടുത്തു. കൊണ്ടുവച്ചിരിക്കുന്ന ടോപ്പ് ധരിപ്പിച്ചു. ദേഹത്ത് അങ്ങിങ്ങായി കിടക്കുന്ന വലുതും ചെറുതുമായി ഇരുണ്ട പാടുകൾ കണ്ട് എന്തുകൊണ്ടോ വസുവിന്റെ മിഴികളൊന്ന് നനഞ്ഞു. അതിലേറെയും നിഖിലിന്റെ ക്രൂരതകളുടെ അടയാളങ്ങളും മറ്റു ചിലത് അവൾ സ്വയമേ മുറിവേൽപ്പിച്ചതുമാണെന്ന് വസു തിരിച്ചറിഞ്ഞിരുന്നു. ഒടുവിൽ ഒരു പാഡും പാൻറ്റീസ് കയ്യിൽ കൊടുത്ത് അവൻ വെളിയിലേക്ക് ഇറങ്ങി നിന്നു. അല്പനേരമായിട്ട് അവൾ പുറത്തു വരാത്തതിനെ തുടർന്ന് അവൻ അകത്തേക്ക് നോക്കി. പാഡിലെ പഞ്ഞികൾ പാറിപ്പറക്കുകയും ബാക്കി ഭാഗം ബക്കറ്റിലെ വെള്ളത്തിൽ ഒഴുകിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. രാധിക പറഞ്ഞ പോലെ തന്നെ ബോഡി വാഷ് പതിപ്പിച്ച് ഇരുകൈ പഞ്ഞികൾക്കിടയിൽ വിടവുണ്ടാക്കി അതിലൂടെ ഊതിവിട്ട് ചെറുതും വലുതുമായ അനേകം കുമിളകൾ ഉണ്ടാക്കി കളിക്കുകയാണ് അവൾ. ഓരോന്നും കൈയെത്തിപ്പിടിച്ച് ചിരിക്കുകയും അത് പൊട്ടിപ്പോകുമ്പോൾ വിഷമത്തോടെ ചുണ്ട് വിളത്തുകയും ചെയ്യുന്നുണ്ട്. വസുവിന് ആ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അത്രമേൽ വേദന തോന്നുന്നുണ്ടായിരുന്നവന്. തിടുക്കത്തിലകത്ത് കയറി മറ്റൊരു പാഡ് എടുത്ത് പാൻറ്റീസിൽ വെച്ച് അവളെ ധരിപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നു. ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച് അവൾ ബെഡിലിരുത്തി വേഗത്തിൽ പോയിന്ന് കൈയും മുഖവും കഴുകി വന്ന് അവൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തു നൽകി. കിടന്നയുടനെ അവൾ ഉരുണ്ടുകെട്ടി എഴുന്നേറ്റിരുന്നു. എന്തുപറ്റി? അരികിലായിരുന്ന വസു ആധിയോടെ തിരക്കി. എനിക്ക് ഇവിടേക്ക് വേദനിക്കുന്നു. വയറ് പൊത്തിപ്പിടിച്ചാണ് പറച്ചിൽ. ഒപ്പം തന്നെ ഉറക്കെ കരച്ചിലും തുടങ്ങി. വസു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒന്നുകൂടെ അവൾക്കരികിലേക്ക് ഇരുന്നു. അവള് പുറകിലേക്ക് ചായച്ച് കിടത്തി ആ വയറിൽ മൃദുവായി തഴുകിക്കൊണ്ടിരുന്നു. മറുകൈ നീട്ടി ഫോൺ എടുത്ത് രാധികയുടെ നമ്പർ കോളിലിട്ടു. എന്താടാ, ചന്ദ്രൻ എന്തെടുക്കുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കോൾ എടുത്തയുടനെ രാധിക തിരക്കി. ഇളമേ, അവൾക്ക് വയറുവേദനിക്കുന്നു. മെഡിസിൻ വല്ല ഇരിപ്പുണ്ടോ ഇവിടെ? അവൾ ഒരുപാട് ടാബ്ലറ്റ്സ് കഴിക്കുന്നല്ലേടാ, ഇതിൻ്റെ കൂടെ ഇനി അതും വേണോ? വയറിന് ദോശ. അവൾ ഉറങ്ങിയോടാ? ഉറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഇല്ലാന്നാണെങ്കിൽ നീ അടുക്കളയിൽ ചെന്ന് അല്പം ഇഞ്ചി ചാച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്ക്. അവളെയും കൂട്ടിക്കും. താഴത്തെ മുറി കിടന്നാൽ മതി കേട്ടോ. ഞങ്ങളൊരു 10-15 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. കോൾ കെട്ടിയത് ചന്ദനയെ നോക്കുമ്പോൾ അവൾ ഉറക്കം പിടിച്ചിരുന്നു. പണ്ടൊരു രാത്രി അവളെ കാണാൻ ചെന്നെന്ന് അവൾ വയറുവേദനിച്ച് കിടന്നിരുന്ന ഓർത്ത് അവൻ. എത്ര ദൂരം സഞ്ചരിച്ചിരിക്കുന്നു ഇന്ന്. കാലമേറെ, ദൂരമേറെ. അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വെറുതെ എണീറ്റ് ആ മുറിയിലൂടെ അങ്ങുമിങ്ങും നടന്നുകൊണ്ടിരുന്നു. ഇനി കാനഡയിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നു. പണ്ടത്തെ പോലെ നാട്ടിലെ ഏതെങ്കിലും കമ്പനിയിൽ തന്നെ കയറണം. പകൽ മുഴുവൻ വീട്ടിലിരിക്കുന്നത് വളരെ മടുപ്പുളവാക്കുന്ന കാര്യമാണെന്ന് വസുവിന് തോന്നി. അതിനു മുന്നേ ചന്ദനക്കൊന്ന് ഭേദപ്പെട്ടിരുന്നുവെങ്കിൽ, അവൾ ആ പഴയ ചന്ദനയായിരുന്നുവെങ്കിൽ. അതില്ലാതെ തനിക്കിനി മറ്റൊന്നും വയ്യെന്ന് അറിയാമായിരുന്നു വസുവിന്. അവരെത്താൻ ഇനിയും സമയമെടുക്കും. ചന്ദന ഉറങ്ങിയതിൽ പിന്നെ സമയം നീങ്ങുന്നില്ലെന്ന് തോന്നി. ലാപ്പ് എടുക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയി.
തിരിച്ചിറങ്ങുമ്പോൾ ആ മുറിക്കപ്പുറത്തായി അടഞ്ഞിടക്കുന്ന മുറിവാതിലേക്ക് അവന്റെ നോട്ടമൊന്ന് തങ്ങി. സാന്ദ്ര ഉപയോഗിച്ചിരുന്ന മുറിയാണ്. തന്നോട് ദേഷ്യമായിരിക്കുമോ, ശപിക്കുകയാവുമോ ഇപ്പോൾ? ചന്ദന തന്റെ പ്രാണനാണെന്ന് അറിഞ്ഞിട്ടും താൻ ചന്ദനയെ സ്നേഹിക്കുന്ന ഒരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്തവൾ, അല്ല തയ്യാറാവാത്തവളായിരുന്നു. ഞാൻ ഒരിക്കലും വെറുത്തിട്ടില്ല സാന്ദ്ര. എനിക്ക് ആ വിധം സ്നേഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ്. എനിക്കെൻ്റെ മനസ്സിനെ വഞ്ചിക്കാൻ കഴിയില്ലായിരുന്നു. അവിടെ ചന്ദനക്ക് മാത്രമേ പ്രാണന്റെ പാതിയായിട്ട് സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. അവളെ ഒരിക്കലും ശപിച്ചു കളയരുത്. വസു കണ്ണിലൂറിയ നനവോടെ ആ മുറിവാതിൽ തുറന്ന് അകത്ത് കയറി. സാന്ദ്രയുടേതെന്ന് പറയാൻ തക്കതായി ഒന്നുമില്ലായിരുന്നു അതിനകത്ത്. ക്ലാസ് തുടങ്ങിയതിന് ശേഷം അധികവും സ്വന്തം വീട്ടിലായിരുന്നു അവൾ. ആഴ്ച അവസാനം വന്ന് 1-2 ദിവസം തങ്ങിയിട്ട് പോകും. വസു ഇല്ലെന്നതായിരുന്നു അതിന് ഏറ്റവും വലിയ കാരണം. പിന്നെ കോളേജിലേക്കുള്ള ദൂരെ കൂടുതലും. ചുമരിൽ സാന്ദ്രയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. വെറുതെ അവൻ അതിലൂടെ ഒന്ന് വിരലുകൾ ഓടിച്ചു. കടന്നു കയറിയതുപോലെ സ്വയമേ തന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ. എന്ന് നീക്കുമായ ഒരു വിടപറച്ചിൽ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സണ്ണിക്കിനി ആരുണ്ട്? നിനക്ക് വേണ്ടിയായിരുന്നില്ലേ? അവൻ സ്വാർത്ഥനായതുപോലും. നിന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്നാലും അവനോട് എനിക്കതിന് സാധിക്കുന്നില്ല സാന്ദ്ര. ചിഞ്ചുവിനെ കൂടി സ്വാർത്ഥതയിലേക്ക് നയിച്ചവനാണ് അവൻ. അവളെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചവൻ. മറ്റെന്തൊക്കെ വഴി തേടാമായിരുന്നവന് ആദ്യമേ തന്നെ എന്നോട് പറയാമായിരുന്നു. വസുവിന്റെ മനസ്സിൽ അനേകായിരം ചോദ്യങ്ങളും ചിന്തകളും വട്ടമിട്ടുകൊണ്ടിരുന്നു. കയ്യിലെ ഫോൺ റിങ് ചെയ്തപ്പോൾ മാത്രമാണ് താൻ സാന്ദ്രയുടെ മുറിയിലാണെന്ന് തിരിച്ചറിവ് വരുന്നത്. വേഗത്തിൽ മുറിയിൽ നിന്നിറങ്ങി വാതിലടച്ചു കൂട്ടി കോൾ അറ്റൻഡ് ചെയ്തു. നീ എത്തിയോ? കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ വസു ചോദിച്ചു. ആണോ, ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു. ഇപ്പൊ ഫ്ലാറ്റിലാ. രവി അങ്കിൾ ആന്റി എവിടെയാണോ? എല്ലാവരും ഹോസ്പിറ്റലിലാണോ? ഇല്ലടാ, അമ്മയുടെ ഫ്ലാറ്റിലുണ്ട്. അച്ഛനും ശരത്തേനും ഹോസ്പിറ്റലിൽ. അമ്മയ്ക്ക് 2 days ഡയറ്റിൽ ചേഞ്ച് വന്നതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഷുഗർ 250. ഉറക്കില്ലായിരുന്നല്ലോ. ആന്റിയോട് റെസ്റ്റ് എടുക്കാൻ പറയും. ഇനിയിപ്പോൾ നീയും കൂടി ഉണ്ടല്ലോ, വസു പറഞ്ഞു. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൂടുതൽ പേരുടെ ആവശ്യമൊന്നുമില്ല. ആദ്യമേ ശരത്തേട്ടൻ പറഞ്ഞ അപ്പം കേട്ടില്ല. നീ ഉറങ്ങിയില്ലായിരുന്നു വസു? ചന്ദ്രൻ വഴക്കിട്ടിരുന്നോ? ഏയ്, ഇടയ്ക്കിടെ നിന്നെ ചോദിച്ച് കരച്ചിലായിരുന്നു. ആ നേരത്ത് പിടിച്ചു വെക്കാനും എന്നയിപ്പിക്കാനും വല്ലാത്ത പാടാ ശരൺ. നിന്നോട് ഒതുങ്ങുന്ന പോലെ എളുപ്പത്തിൽ ഒതുങ്ങുന്നില്ല എന്നോട്. ഇപ്പോൾ ഉറക്കാ. ചന്ദ്രനും ഞാനും മാത്രമാണ് ഇവിടെ. അച്ഛമ്മ ബാത്റൂമിൽ വീണെന്ന് ചെറിയ പരിക്കുണ്ട്. അമ്മയും അച്ഛനും വരണം അച്ഛമ്മയെ കാണാൻ പോയിരിക്കുക. ശരിടാ, ഞാൻ വെച്ചേക്കുക. ഏട്ടൻ വിളിക്കുന്നുണ്ട്, എത്തിയോന്ന് അറിയാനായിരിക്കും. ചന്ദനയെ നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും അറിയിക്കുക. ഫ്രീ ആകുമ്പോൾ വീഡിയോ കോളിൽ വരാം. ബൈ. ശരൺ കോൾ കട്ട് ചെയ്തു. വസു ചന്ദനയുടെ അരികിലേക്ക് ചെന്നു. ഉറക്കമാണ്. എങ്കിലും അവൻ താഴെ അടുക്കളയിൽ പോയി രാധിക പറഞ്ഞ പ്രകാരം ഇഞ്ചി ചാച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തു. ഇടയിൽ ചന്ദന ഉണരുകയാണെങ്കിൽ കുടിക്കാമെന്നോർത്തു. വസു രാവിലെ ഉണരാൻ വൈകിയിരുന്നു. വേഗത്തിൽ കുളിച്ച് ഡ്രസ് ചെയ്തവൻ ചന്ദനയുടെ മുറിയിലേക്ക് നടന്നു. രാത്രിയിൽ അവരെത്തിക്കഴിഞ്ഞ് രാധിക കിടക്കാനായി ചന്ദനയുടെ മുറിയിലേക്ക് വന്നതിന് ശേഷമാണ് വസു കിടക്കാനായി പോയത്. വിശ്വനാഥന്റെ അമ്മ സുമംഗലയെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോവാനിറങ്ങിയാണ് വസു. ഉണർത്തണ്ട, കുറച്ചു മുന്നേ ഉറങ്ങിയുള്ളൂ. വെളുപ്പിനെണീറ്റ് ബഹളമായിരുന്നു. ശരണിനെ അന്വേഷിച്ച് വന്നില്ലെന്ന് ചോദിച്ച് ഒരുപാട് കരഞ്ഞങ്ങ് ഉറങ്ങിയതാ. നീ റെഡിയായോ? ഞാൻ നീ എണീറ്റിൽ നിന്ന് ഓർത്ത് കയറി വന്ന ചന്ദന ഉണർന്നോ നോക്കാന്നും കരുതി മുറിയിലേക്ക് വന്ന രാധിക പറഞ്ഞു. നേരത്തെ പോയാൽ നേരത്തെ മടങ്ങാലോ, വൈകുന്നേരമായ ട്രാഫിക്കാ. ശ്രദ്ധിക്കണേ അമ്മ. രാത്രിയിലേത് ഓർക്കാൻ കൂടെ വയ്യ. ഇപ്പോഴും ദേഹം വിറക്കുക. വസുവിന്റെ സ്വരത്തിൽ അത്രയും ചന്ദനയെ ഓർത്ത് ആധി കലർന്നിരുന്നു. നീ പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. ചന്ദനക്ക് മുറി നൽകുമ്പോൾ ഞാൻ ഈ ബാൽക്കണി ഡോർ ലോക്ക് ചെയ്തിരുന്ന. അതിനുശേഷം ഇന്നലെ രാവിലെയാ തുറക്കുന്നത്. അവിടെ നിന്ന് തുടച്ചിട്ടേക്കാൻ. പിന്നീട് അകത്തേക്ക് വന്നപ്പോൾ ഞാൻ ലോക്ക് ചെയ്യാനും മറന്നുപോയി. മുകളിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ ഇനി അവളെ താഴത്തെ മുറി തന്നെ ആക്കിയേക്കാം. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയ കേട്ടോ. അടുക്കളയിൽ മേശപ്പുറത്തുണ്ട്, നീ വിളമ്പി കഴിച്ചോളല്ലോ. ഞാൻ അലക്കാളിലൊക്കെ എടുത്തിട്ട് വന്നേക്കാം. പറഞ്ഞുകൊണ്ട് രാധിക വസുവിന്റെ മുറിയിലേക്ക് നടന്നു. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ, പോയിട്ട് വരാം. വസു കുനിഞ്ഞ് ചന്ദനയുടെ നെറുകയിലൊന്ന് മുകർന്നു. അമ്മ, ചന്ദനക്ക് പെയിൻ കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വരുന്നുണ്ടല്ലോ. താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നേ വസു ഓർമ്മിപ്പിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. സുഹൃത്തും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ ജാസിർ മുസ്തഫ വഴി എബ്രഹാം ചിഞ്ചുവിന് അമേരിക്കൻ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ വേഗത്തിൽ തരപ്പെടുത്തിയിരുന്നു. ചിഞ്ചുവിന്റെ അസുഖവിവരം എബ്രഹാം മറ്റാരെയും അറിയിച്ചിരുന്നില്ല. ആരോൾ ആ ഒരു പേരിൽ സാധാപത്തോടെ നോക്കി കാണരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. 4 നാളുകൾക്കുള്ളിൽ ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകണം. എബ്രഹാം ആ വിവരം ചിഞ്ചുവിനെ ആദ്യം തന്നെ അറിയിച്ചിരുന്നെങ്കിലും അവൾ ഒരു വിധത്തിലും അതിന് തയ്യാറായില്ല. ചെയ്തു പോയ തെറ്റിന് ദൈവങ്ങൾ തന്ന ശിക്ഷയാണിതെന്നും എന്നോ മനസ്സ് മരവിച്ചു പോയവളുടെ ശരീരത്തിന് ഇനി എന്തുണ്ടായാലും അതിൽ എന്തിനാണ് ദുഃഖിക്കുന്നതെന്നുമായിരുന്നു അവളുടെ ചോദ്യം. അത്രമേൽ അവൾ വസുവിനോടും ചന്ദനയോടും ചെയ്തു പോയതിൽ കുറ്റബോധം പേറുകയും ആ കനൽ ചൂടിൽ ഉരുകുകയുമാണ്. ഇനി ഒരിക്കലും ഒരു വിധത്തിലും വസുവിനെയോ ചന്തുവിനെയോ നേരിടാനുള്ള പ്രാപ്തിയില്ലെന്നതിനാൽ എത്രയും പെട്ടെന്നൊരു മരണം പുൽകിയാൽ മാത്രം മതിയെന്നായിരുന്നു ചിഞ്ചുവിന്റെ എല്ലാ നേരത്തെയും പ്രാർത്ഥന.
അതിനു മുന്നേ ചന്തു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്നൊരു വാർത്ത കേൾക്കണം. അതൊന്ന് കേട്ടുകൊണ്ട് വേണം തനിക്ക് കണ്ണടക്കാൻ. ചിഞ്ചുവിന്റെ ആ നിലപാട് എബ്രഹാമിനെ വലിയ ദുഃഖത്തിലാഴ്ത്തി. എങ്കിലും മുടങ്ങാതെ അയാൾ ചിഞ്ചുവിനോട് അതേ വിഷയം സംസാരിച്ചുകൊണ്ടേയിരുന്നു. തനിക്ക് മുന്നിൽ അങ്ങേയറ്റം തളർന്നു നിൽക്കുന്ന എബ്രഹാമിനെ കണ്ട് ചിഞ്ചുവിന്റെ ഹൃദയം പിളർന്നു. തനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. എന്നും എപ്പോഴും തന്റെ ഇഷ്ടങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയത്. തന്റെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാത്രമായിരുന്നു പപ്പയുടെ ലോകം. അതിനപ്പുറം മറ്റൊന്നുമില്ലായിരുന്നു പപ്പയ്ക്ക്. എന്നിട്ടും പപ്പയെ സന്തോഷിപ്പിക്കാൻ, തന്നെ ഓർത്ത് അഭിമാനിക്കാൻ, തന്റെ സുന്ദരമായ ജീവിതം കണ്ട് മനസ്സ് നിറക്കാൻ, അങ്ങനെ ഒന്നും പപ്പയ്ക്ക് തിരികെ നൽകാൻ തന്നാൽ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് എപ്പോഴെങ്കിലും തന്നോട് പരിഭവിച്ചിട്ടുണ്ടോ? വാക്കുകൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല. ആ പപ്പയാണ് ഇന്ന് എല്ലാ വിധത്തിലും താൻ തോൽപ്പിച്ച് കളയുന്നത്. ചിഞ്ചുവിന്റെ മിഴികൾ തോരാതെ പെയ്തിറങ്ങി. എബ്രഹാമിന് അനുകൂലമായൊരു മറുപടി നൽകുന്നതിനൊപ്പം പിതൃവാത്സല്യം തുളുമ്പുന്ന ആ നെഞ്ചിലേക്ക് അവൾ മുഖം പൂഴ്ത്തി. രാത്രിയിൽ വസുവിന് വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞ് പുറത്തെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ശരൺ. അങ്ങുമിങ്ങും വെളിച്ചം മാത്രം. എത്ര ദൂരേക്ക് മിഴികൾ നീട്ടിയാലും ഇരുട്ട് കണ്ടെത്താനാവില്ല. ശരൺ വെറുതെ ആ ദുബായ് സിറ്റിയുടെ തിരക്കിലേക്ക് മിഴികൾ നട്ടു നിന്നു. എന്നിരുന്നാലും മനസ്സിൽ അല്പം മുന്നേ വീഡിയോ കോൾ കണ്ട ചന്ദനയുടെ നിഷ്കളങ്കമായി ചിരിക്കുന്ന മുഖമായിരുന്നു. വസുവിനോട് ചേർന്നിരുന്ന് താൻ വിളിക്കുമ്പോൾ പരിഭവത്തോടെ പിണക്കത്തോടെ ആ തോളിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന ചന്ദന. എന്നുമാത്രം എത്രമാത്രം ആഗ്രഹിച്ചാണ് അങ്ങനെ ഒരു കാഴ്ച. ആ ഒരൊറ്റ ദൃശ്യം തന്നെ ശരണിന്റെ കണ്ണുകളും മനസ്സും നിറച്ചിരുന്നു. അവൾ ഇന്നും എപ്പോഴും വസുവിനോട് ചേർന്നിരിക്കുന്ന കാണാൻ അത്രമേൽ കൊതിച്ചതാണ്. മുന്നിലേക്കുള്ള പ്രതീക്ഷകളൊന്നും പഴയതുപോലെ പെട്ടെന്നൊരു നാളിൽ നീ ഇല്ലാതാക്കി കളയരുത് ദൈവമേ. അതിൻ്റെ വസുവിനെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പഴയ ചന്ദനയായി മാറുന്ന നാളിലും നിറഞ്ഞ മനസ്സോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ വസുവിനെ ഉൾക്കൊള്ളാൻ ചന്ദനയ്ക്ക് സാധിക്കണമേ. ഇപ്പോൾ അവളെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ നിന്നെ അന്വേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാവരോടും ഇടപഴകി അവളുടേതായ തോന്നലുകളിൽ, ഇഷ്ടങ്ങളിൽ, സന്തോഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പതിവ്. നിന്നെ അന്വേഷിക്കുന്ന ആ ചുരുങ്ങിയ വേളകളിൽ അവളെ നിയന്ത്രിക്കാൻ കഴിയാറില്ലെന്ന് മാത്രം. അത്രയേറെ ശാഠ്യമാണ് അവൾക്കപ്പോൾ. കരഞ്ഞു തളർന്ന് വീഴുക തന്നെയാണ് അവസാനം. അല്പം മുന്നേ വസു പറഞ്ഞതാണ്. അതൊരു പ്രോഗ്രസ് ആയിട്ടാണ് ശരണിന് തോന്നിയത്. ആണ്. ഇനി ആ പഴയ ചന്ദനയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രം. ശരൺ ഉറച്ച് വിശ്വസിച്ചു. ചന്ദനയെ ഓർത്ത് സന്തോഷിക്കുമ്പോഴും മനസ്സിന്റെ മറുപാതി അത്രയേറെ പ്രിയപ്പെട്ടവളോർത്ത് ദുഃഖിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുന്നതിന് മുന്നേ ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും കരുതിയിരുന്നു. തിടുക്കത്തിലുള്ള വരവായതിനാൽ അതിന് സാധിച്ചതുമില്ല. പോവുകയാണെന്ന് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ വന്ന മറുപടി സേഫ് ഫ്ലൈറ്റ് എന്ന് മാത്രമാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും താൻ പ്രതീക്ഷിച്ചിരുന്നു. ശരൺ സ്വയമേ ഒരു ഉത്തരം തേടിക്കൊണ്ടിരുന്നു. അവസാന ഉത്തരമായി എത്തി നിന്ന് സണ്ണിയിലാണ്. സണ്ണിയെ ഓർക്കവേ തന്നെ ശരണിൽ ഒരു വേദന ഉണർന്നു. അങ്ങനെ ഒരു അനുകമ്പക്ക് സണ്ണി അർഹനാണോ എന്നൊരു ചോദ്യം ഒരു വട്ടം പോലും ശരണിന്റെ മനസ്സിൽ ഉയർന്നിരുന്നില്ല. വസുവിന് ഇനി ഒരിക്കലും സണ്ണിയോട് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമായിരുന്നു ശരണിന്റെ ചിന്തയത്രയും. സണ്ണി അത്രമേൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. തെരേസയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സണ്ണിക്ക് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നില്ല. തെരേസ ആന്റിക്കിന് എന്തെങ്കിലും സംഭവിച്ചു എന്നാൽ സണ്ണിക്ക് പിന്നെ ആരാണുള്ളത്? എന്തുകൊണ്ടോ ശരണിന് വീണ്ടും വേദന അനുഭവപ്പെട്ടു. ചിഞ്ചുവിന്റെ പ്രണയം സണ്ണിയാണെന്ന് അറിയാതിരുന്ന കാലത്ത് പോലും അവൾ അവളുടെ പ്രണയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു. അത് സണ്ണിയാണെന്നറിഞ്ഞപ്പോൾ ആ ആഗ്രഹത്തിനും ആഴം കൂടി. അതിന് തനിക്ക് അവളെ മറക്കാൻ സമയമെടുക്കുമെന്നാൽ പോലും. പക്ഷേ ഇപ്പോൾ എവിടെയാണ് കാര്യങ്ങൾ? രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ. ഇനി ഒരിക്കലും മനസ്സിൽ സണ്ണിക്ക് ആ പഴയ സ്ഥാനമോ സ്നേഹമോ ഇല്ലെന്ന് ചിഞ്ചു ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. പക്ഷേ സണ്ണി അവനിപ്പോൾ ആഗ്രഹിച്ചു പോകുന്നുണ്ടാവില്ലേ അവിടെ ആ സ്നേഹം? ദൈവത്തിന്റെ പുസ്തകത്തിൽ അവൾ ആരുടെ പെണ്ണായിരിക്കാം? ആരായാലും ഭാഗ്യവാൻ തന്നെ. ശരണിന്റെ മനസ്സിൽ അത്രയോ ആ പഴയ ചിഞ്ചുവിന്റെ കുസൃതി പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന മുഖം നിറഞ്ഞു നിന്നു. വസു, നിങ്ങളെവിടെയാ? മടങ്ങിയോ? ഹോസ്പിറ്റൽ വന്നു പോയതിൽ പിന്നെ ആരും തന്നെ കാണാൻ വന്നില്ലെന്നുള്ള സുമംഗലയുടെ ദേഷ്യവും പരിഭവവും തീർക്കാൻ ഒരു നാളിൽ വിശ്വനാഥിന്റെ തറവാട്ടിൽ പോയി വരികയാണ് വിശ്വനാഥനും വസുവും. ഉവമ്മ വരുവാണ്. ട്രാഫിക്കിലാ. അച്ഛനും ഓഫീസ് റൂമിൽ ഇറങ്ങി. ഒരു ക്ലയന്റ് വിളിച്ചിരുന്നേ. എന്താമ്മ, ചന്ദനയ്ക്ക് എന്തെങ്കിലും? വസു ഉത്കണ്ഠയോടെ തിരക്കി. അത് വസു, രാവിലെ നിങ്ങൾ പോയപ്പോൾ തന്നെ ചന്ദന ഉണർന്നിരുന്നു. ആ നേരം തൊട്ട് ശരണിനെ ചോദിച്ച് ബഹളവും കരച്ചിലായിരുന്നു. ഒരു വിധനയും സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. വരുൺ ഒത്തിരി ശ്രമിച്ചു. ആരെയും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, നെറ്റിയും തലയൊക്കെ ഭിത്തിയിലിടിച്ച് വേദനിപ്പിക്കുകയും ചെയ്തു. കയ്യിൽ കിട്ടിയത് മുഴുവൻ നശിപ്പിച്ച് പിടിച്ചു വെക്കാൻ പോയതിനിടയിൽ വരുണും കിട്ടിയ നല്ലൊരെണ്ണം. അവസാനം കയ്യിൽ തടഞ്ഞ ആ കോർണറിലെ ഗ്ലാസ് സ്റ്റാൻഡിൽ വെച്ചിരുന്ന നിന്റെയും സാന്ദ്രയുടെയും വിവാഹ ഫോട്ടോയാ. അതിലേക്ക് ഏറെ നേരം നോക്കിയും ഒടുക്ക അലറിക്കറിഞ്ഞ വലിച്ചെറിഞ്ഞ് തളർന്നങ്ങ് വീഴുകയും ചെയ്തു. മയക്കം കഴിഞ്ഞ് എണീറ്റിട്ടിപ്പോൾ മണിക്കൂർ 2ആയി. ഈ നേരം വരെ എന്നോടോ വരുണിനോടോ മിണ്ടിയിട്ടില്ല. അരികിൽ ചെന്ന് വിളിച്ചാലും മറുപടിയില്ല. ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല.
ഞാൻ മുറിയിലോട്ട് കൊണ്ടുപോയ ഭക്ഷണവും വെള്ളം അതേപടി ഇരിപ്പുണ്ട്. ഒന്ന് നിർബന്ധിച്ച് വാരി കൊടുക്കാന്ന് വെച്ചാ തലയെങ്കിലും ഉയർത്തിപ്പിടിക്കണ്ടേ. കൂനി കൂടിയ ഒരേ ഇരിപ്പാ. വിങ്ങി വിങ്ങി കരയ. എനിക്ക് പേടിയാവുന്നടാ. പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം. നീ വേഗം വാ. നമുക്ക് ഏതായാലും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വന്നതിൽ പിന്നെ ഒന്ന് പോയി കാണിച്ചില്ലല്ലോ. ശരിയമ്മ, അമ്മ ടെൻഷനാവാതെ ഞാൻ വേഗം വരാം. അവൾ തനിച്ചുവിടരുത്, കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ ഉടനെ എത്തിയേക്കാം. രാധികയോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും കോൾ കട്ട് ചെയ്ത വസുവിന്റെ ചെന്നിയിലൂടെയും കഴുത്തിലൂടെയും വിയർപ്പ് തുള്ളികൾ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. എന്തോ അകാരണമായൊരു തളർച്ച അവനെ വിഴുങ്ങി. ചന്ദനയുടെ മുഖം മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എത്ര ശക്തിയിൽ ആക്സിലേറ്ററിൽ ചവിട്ടിയിട്ടും വാഹനത്തിന് വേഗത്തിൽ നിന്ന് തോന്നി വസുവിന്. വീടെത്തുന്നവരെ വസു ആ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.